ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ എൻ്റെ ഒരു മേക്കപ്പ് കിറ്റും കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ തുടങ്ങിയൊരു മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല. മഴക്കുന്നൊരു റെസ്റ്റും ഇല്ല കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ ഏരിയയിലും അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് അസുഖം പിടിപെടാൻ പെട്ടെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരു 3 മണി 3:30 ആയ ടൈമിൽ മഴക്കൊന്ന് തോർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പുറത്ത് വന്ന ടൈമിൽ രണ്ടുപേരും നല്ല കളിയാണ് കേട്ടോ. ഇപ്പം അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാറില്ല മഴ കാരണം. പിന്നെ മഴ ഇല്ലാത്ത ടൈമിൽ ഇറങ്ങുമ്പോൾ അവർ ഇങ്ങനെ കളിക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ ഇസൂട്ടിനെ പറ്റി പറയുമ്പം പേഴ്സണലി എനിക്ക് വന്ന് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ആരാ ഇസൂട്ടൻ എന്നുള്ളത്? ഇസൂട്ടൻ നമ്മളെ താത്താൻ്റെ മോനാണ് കേട്ടോ. അതായത് കപ്പുവിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. പിന്നെ ഇസും സൈനും തമ്മിൽ അങ്ങനെ ഒരുപാട് ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അതുപോലെ അവർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കളി കാണാനൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. ഞാനും താത്തയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. നമ്മൾ പറയും വലുതായി കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അന്നേരം എനിക്ക് ഒരുപാട് പേഴ്സണലി ക്വസ്റ്റ്യൻസും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്യാം കേട്ടോ. പിന്നെ മോനിക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോനിപ്പോൾ ജൂൺ ആയ ടൈമിൽ 1 വയസ്സ് കഴിഞ്ഞു കേട്ടോ. മാഷാല്ലാ. ഞാൻ അതിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗെല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ആക്ച്വലി എനിക്കെൻ്റെ കാക്കു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേക്കപ്പ് ബോക്സാണ് കേട്ടോ. ഇതിലുള്ള ഓരോ പ്രൊഡക്ട്സും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുള്ളതല്ല. ഈ ഒരു മേക്കപ്പ് ബോക്സ് ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഒരു സ്മാർട്ട് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് നമ്മളുടെ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ യൂസ് ആക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മേക്കപ്പ് ബോക്സാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടുന്ന ടൈമിൽ ഇതെങ്ങനെ യൂസ് ആക്കുക എന്നുള്ളൊരു യാതൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പേപ്പറിൽ ഫുൾ കൺക്ലൂഷനായിട്ട് എന്തെല്ലാം ഇതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. ഈ ഒരു മേക്കപ്പ് ബോക്സ് കാക്കു നിക്കാഹ് കഴിഞ്ഞ ടൈമിലാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് സൗദിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നാട്ടിൽ ഉമ്മയും വരുന്ന ടൈമിൽ അവരെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നൊരു കിറ്റാണ് കേട്ടോ ഇത്. മേക്കപ്പ് ബോക്സ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് 3 ലെയേഴ്സാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഓരോ ലെയേഴ്സിലും ഓരോ മേക്കപ്പ് സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാട്ടോ എന്തെല്ലാം ഈ ഒരു മേക്കപ്പ് ബോക്സിൻ്റെ ഉള്ളിലുള്ളതെന്ന്. ഫസ്റ്റ് ഇത് നമ്മളുടെ സ്മാർട്ട് ലേഡീൻ്റെ ഒരു ഹൈലൈറ്റർ പാലറ്റാണ് കേട്ടോ. ഇതൊന്നും ഞാൻ വല്ലാണ്ട് അങ്ങ് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലെങ്ങാനും യൂസ് ആക്കിയിട്ടുണ്ടെങ്കിലുള്ളൂ. അന്നേരം എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ ഒരു മേക്കപ്പ് ബോക്സ്. നെക്സ്റ്റ് സ്മാർട്ട് ലേഡീൻ്റെ ഒരു കോണ്ടൂർ പാലറ്റാണ് കേട്ടോ. ഈ ഒരു പാലറ്റൊന്നും ഞാൻ വല്ലാണ്ട് യൂസ് ആക്കിയിട്ടില്ല. കാരണം നമ്മൾ കോണ്ടൂർ ചെയ്യുമ്പോഴൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്താലുള്ളൂ അതൊക്കെ ഒരു ഭംഗി കിട്ടുള്ളൂ. എനിക്ക് അത്രയും പെർഫെക്ഷനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ആക്കിയിട്ട് വെറുതെ വേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഈ ഒരു മേക്കപ്പ് ബോക്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു ഐ ഷാഡോ പാലറ്റ് മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും ഒക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് നല്ല ഒരു ഷെയ്ഡ്സാണ് കേട്ടോ അതിലുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ലാസ്റ്റ് പാലറ്റ് ഒരു ബ്ലഷ് പാലറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള 6 കളേഴ്സാണ് കേട്ടോ ഇതിലുള്ളത്. 6 ഷെയ്ഡ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സാണ് കേട്ടോ. എല്ലാ സ്കിന്നിനും ആപ്റ്റ് ആവുന്ന ഒരു ഷെയ്ഡ്സാണ് കേട്ടോ ഇതിലുള്ളത്. ഇത് മിക്സ് ചെയ്തിട്ടും നമുക്ക് യൂസ് ആക്കാം, അല്ലാണ്ടും നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു മേക്കപ്പ് കിറ്റിൽ 6 ലിക്വിഡ് ലിപ്സ്റ്റിക്കും വരുന്നുണ്ട്, 6 മാറ്റ് ലിപ്സ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ.
ഇതിപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ തന്നെ ആ ഒരു ഷെയ്ഡിൻ്റെ പെൻസിൽ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് ഈ ഒരു മേക്കപ്പ് ബോക്സിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. എല്ലാതും റെഡ്, ഭയങ്കര പിങ്ക് കളറ്, അങ്ങനെ ബ്രൗണ്, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ ഈ ഒരു മേക്കപ്പ് കിറ്റിൽ ഒരുപാട് നല്ല നെയിൽ പോളിഷ് കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടുള്ളത്. ഇതൊന്നും പിന്നെ നമ്മൾ യൂസ് ആക്കില്ലല്ലോ. എൻ്റെ മേമാൻ്റെ മക്കളിത് യൂസ് ആക്കാറുണ്ട് കേട്ടോ. 1ലും 2ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അവർ ഇത് യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നെയിൽ പോളിഷ് റിമൂവറും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിലുള്ളത് ഐ ഷാഡോ, കുറച്ച് ഗ്ലിറ്റർ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ മസ്കാര ഐറ്റംസും ഈ ഒരു സെക്ഷനിലുണ്ട് കേട്ടോ. അതുപോലെ ഇത് സ്മാർട്ട് ലേഡീൻ്റെ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഫുൾ ഹൈലൈറ്റായിട്ട് കാണിക്കാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് ഇതൊരു വിറ്റാമിൻ ഇ ഓയിലാണ് കേട്ടോ. ഇത് നമ്മൾ മേക്കപ്പ് യൂസ് ആക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒരു ക്ലെൻസർ പോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ ഇ ഓയിലാണ് കേട്ടോ. പിന്നെ ഇത് ഒരു മോയ്സ്ചറൈസിങ് സെറമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ആക്കിയിട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. നമുക്ക് ലിപ്സ്റ്റിക്ക് ആക്കാം, അല്ലെങ്കിൽ ബ്ലഷ് ആക്കിയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ് കേട്ടോ അത്. പിന്നെ ഞാൻ എല്ലാതൊന്നും നിങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ ബോറിങ് ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു കിറ്റിൽ മെയിനായിട്ടുള്ളത്. പിന്നെ അന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നും മോനും ഇമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം മോനൂസിന് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ ചെയ്യാനുണ്ട് എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൻ്റെ ഒരു വീഡിയോ ചെയ്ത ടൈമിൽ അന്നേരം കുറച്ച് താഴെ കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. എല്ലാവർക്കും അതറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഒരു റിപ്ലൈ നൽകുന്നത് എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെബാമെഡ് ക്രീം യൂസ് ആക്കി കഴിഞ്ഞാൽ മക്കൾ ഡാർക്ക് കളറാവില്ലേ, അല്ലെങ്കിൽ കളർ പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലർ. ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോന് ന്യൂ ബോൺ ടൈമിൽ തന്നെ നമ്മൾ സെബാമെഡാണ് യൂസ് ആക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബീസിനൊക്കെ നമ്മൾ ഫുഡായാലും ഏത് പ്രൊഡക്റ്റാണേലും യൂസ് ആക്കുമ്പോൾ നമ്മളൊരു 2-3 ടൈം നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ മോനെ നോക്കിയിട്ടാണ് അത് യൂസാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സൈഡ് എഫക്റ്റോ കാര്യം ഒന്നും ഒരു സെബാമെഡ് യൂസാക്കിയിട്ട് അവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ യൂസാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ബേബിക്ക് ഒരു 2-3 ടൈം ജസ്റ്റ് നോക്കിയിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ അത് സെബാമെഡ് യൂസാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. എൻ്റെ മോനോന് തീരെ ഇഷ്ടമില്ല കേട്ടോ ഹോളിലൊന്നും ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവൻ പുറത്ത് മതി താന്നും പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് ഞാൻ ചായ കൊടുന്ന് വെച്ചിട്ട് ആളെ ചായ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് അവർ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വീട്ടിൽ പോകുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ചധികം നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉമ്മ എല്ലാവരും
പോകാനൊന്നും അയച്ചിട്ടില്ല കേട്ടോ അവരെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലേറ്റൊക്കെ ആയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മിക്ക ദിവസം വൈകുന്നേരം എല്ലാം ആവുമ്പോൾ നമ്മൾ ഷട്ടിലെടുത്ത് കളിക്കാറുണ്ട് കേട്ടോ. ഇപ്പം മഴയത് കാരണം അങ്ങനെ വല്ലാണ്ട് കളിക്കാറില്ല. അപ്പോൾ പൊന്നൂസും മോനും വന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഷട്ടിലൊക്കെ ഒന്ന് എടുത്ത് പുറത്തിറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഷട്ടിൽ കളിക്കുന്നത് മോനും താത്തയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനും പൊന്നൂസും കയറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാക്ക് നോമ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാതും സെറ്റാക്കി ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നു കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 8 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മ ചായ എല്ലാം കുടിച്ച് അവരിപ്പോൾ പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.